ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ഓഫ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ഓഫ് PSC സ്വാഗതം. എല്ലാവർക്കും സന്തോഷമുള്ള ഒത്തിരി പേര് നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു വാർത്തയാണ്, സന്തോഷമുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ പഠിക്കുമല്ലോ, പഠിക്കാൻ തുടങ്ങുമല്ലോ അല്ലേ? അതായത് CTET CBSE CTET-ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, the Central Board of Secondary Education will conduct 21st edition of Central Teacher Eligibility Test CTET 8th February 2026 Sunday, paper 1 and paper 2. രണ്ട് കാറ്റഗറി ഉള്ളൂ, CTET 1 ഉം CTET 2. ഓക്കെ, CTET 1 എന്ന് പറയുന്നത് PRTക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ക്ലാസ്സുകൾ 1 മുതൽ 5 വരെ പഠിപ്പിക്കുന്നതിന്. CTET 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ 6, 7, 8. ഓക്കെ, അതായത് TGT എന്ന് പറയുന്ന പോസ്റ്റ് പഠിപ്പിക്കുന്നതാണ് CTET 2. ഓക്കെ, അങ്ങനെ രണ്ട് കാറ്റഗറിയും ഒരേ ഡേറ്റിൽ തന്നെയാണ്, February 8th. ഓക്കെ, 2026. ഓക്കെ ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ബുള്ളറ്റ്സും സിലബസും കാര്യങ്ങളും ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയക്കാനുള്ള സംഗതികളെല്ലാം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. എല്ലാവരും ചാടി കീറി ഓടെയൊന്നും വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ കേൾക്കുന്നതിന് വേണ്ടി അടുത്ത ദിവസം മുതൽ നമ്മൾ ക്ലാസ് വരും. നിങ്ങൾക്ക് നോട്ട്സ് ഇപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സയൻസിന്റെ നോട്ട്സ് ആണ്, പേപ്പർ 1 and 2 EVS ആൻഡ് സയൻസ് ആണ് ഇപ്പൊ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളത് അപ്ഡേറ്റ്സ് വരും. അതിനുശേഷം ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് വരികയും ചെയ്യും. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി തുടർച്ചയായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, CTET-ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് CTET-ന്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചോ വാട്സപ്പ് മെസ്സേജ് വഴിയോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിൽ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ നോട്ട്സ്, PYQs, പ്രാക്ടീസ് സെഷൻസ്, മോക്ക് ടെസ്റ്റ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, CTET 1 and 2 സിംഗിൾ സെയിം ഫീസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഫീസിനെ കുറിച്ചും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ CTET 1 ഉം 2 ഉം എങ്ങനെയാണോ എഴുതുന്നത് സെയിം മെത്തേഡിൽ തന്നെയാണ് CTET വരുന്നതും. ഓക്കെ, സെയിം സംഭവം തന്നെയാണ് CTET. പിന്നെ പരീക്ഷ ഇംഗ്ലീഷിലാണെന്ന് മാത്രമുള്ള ഒരു പ്രത്യേകതയേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള എല്ലാ മാർക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ പെഡഗോഗി, ടീച്ചിങ് പെഡഗോജി എന്ന് പറയുന്ന ടീച്ചിങ് പെഡഗോജി എന്ന് പറയുന്ന ഏരിയ കുറച്ച് കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കണം. അത്രയും മാത്രമാണ് ഈ CTET 1 and 2-നെ പറ്റിയുള്ളത്. നിങ്ങൾ CTET എഴുതി എടുക്കുകയാണെങ്കിൽ ഒത്തിരി പോസ്റ്റുകൾ അല്ലേ, ഇപ്പൊ വിളിച്ച DSSBയുടെ PRT വിളിച്ചു, നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല അല്ലേ? അതുപോലെ ഇനി അടുത്ത വിളിക്കാൻ പോകുന്ന KVS CTET വേണം, PRTയും TGT അപ്ലൈ ചെയ്യണമെങ്കിൽ. PGTക്ക് വേണ്ട നിങ്ങൾക്ക് അറിയാം, PGTക്ക് PG+B.Ed മതി. ഓക്കെ, അതുപോലെ NVS-ലില്ല. അടുത്ത AES AEES എന്ന് പറയുന്നത് AEES അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂള്, ഇത് വിളിക്കും ഉടനെ തന്നെ. അതുപോലെ തന്നെ സർവശിക്ഷ അഭിയാൻ അല്ലെ, സർവശിക്ഷ അഭിയാൻ, അതുപോലെ തന്നെ സമഗ്ര ശിക്ഷ അഭിയാൻ, ഇതിലൊക്കെ PRTs ഉണ്ട്, വിളിക്കും. അതുപോലെ തന്നെ അസിം പ്രേംജി വിളിക്കും, അതുപോലെ തന്നെ ടാറ്റ വിളിക്കും, അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ്സിന്റെ PSCs വിളിക്കും. അതിൽ PRT ധാരാളമായിട്ട് പോസ്റ്റ് വരും. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് വേണം? CTET വേണം. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് CTET മസ്റ്റ് ആയിട്ട് വേണം. എന്തിനാണ് CTET വേണ്ടത്? PRT പ്രൈമറി ടീച്ചർ അപ്ലൈ ചെയ്യുന്നതിനും ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അപ്ലൈ ചെയ്യുന്നതിനും. നിലവിൽ ഇന്ത്യയിൽ PGTക്ക് വേണ്ടിയിട്ടുള്ള CTET ഇല്ല. PGT അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് PG+B.Ed മാത്രം മതി. ഓക്കെ ഓക്കെ പിന്നെ ഈ CTET എന്ന് പറയുന്നത് CTET-ന് ഇക്വലന്റ് ആണ്. CTET 1 എന്ന് പറയുന്നത് CTET 1 എന്ന് പറയുന്നത് CTET 1-ന് തുല്യമാണ്. CTET 1-ന് തുല്യമാണ്. CTET 2 എന്ന് പറയുന്നത് CTET 2-നും തുല്യമാണ്. ഇക്വലൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇപ്പൊ CTET വേണോ നിർബന്ധമൊക്കെ ഇല്ലേ? ഇപ്പൊ CTET എഴുതിയിട്ട് ഫെയിൽ ആയി പോയവര് അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നവര് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ CTET അപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് CTET അല്ലെങ്കിൽ CTET ഏതെങ്കിലും ഒന്ന് മതി. ഇപ്പം ജോലിയിൽ ഇരിക്കുന്നവർക്ക് CTET നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പ്രൈമറി ടീച്ചറായിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് CTET വേണമല്ലോ. ആ CTET വേണ്ടവര് CTET വേണ്ടവര് ഈ CTET 1 അപ്ലൈ എഴുതുക. ഓക്കെ,
ഓക്കെ. സീറ്റെറ്റ് കേറ്റെടുത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ സെൻസ് ടെസ്റ്റ് നമ്മൾ പറയാറുണ്ട്, എന്ന് വിളിക്കാറുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ ഒന്നും പഠിക്കാതെ പോയി എഴുതി കഴിഞ്ഞാലും കിട്ടും. അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ട് ഇതില്. ഭാഗ്യം എന്ന് പറയുന്നത് 1% ആണ്, ജസ്റ്റ് പഠനം തന്നെയാണ്. എന്നാലും ഓക്കെ. അപ്പൊ നിങ്ങൾ പരമാവധി ട്രൈ ചെയ്യുക. അടുത്ത കേറ്ററ്റ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സീറ്റെറ്റ് ക്ലിയർ ചെയ്യാം, ഈ വരുന്ന KVS AES ഒക്കെ എഴുതി എടുക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കേറ്ററ്റ് ഇല്ലാത്തവര്, സീറ്റെറ്റ് ഇല്ലാത്തവര് എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഓക്കെ. വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം, കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം, അതുപോലെ തന്നെ വിളിക്കുകയും ചെയ്യാം കേട്ടോ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും. ഓക്കെ. ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്, അഡ്മിഷനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി വേണ്ടവർക്കും ഇതിലേക്ക് വിളിക്കാം, വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താല്പര്യമുള്ളവര്, ഇൻട്രസ്റ്റ് ഉള്ളവര്, ഇഷ്ടപ്പെട്ടിട്ടുള്ളവര് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇപ്പൊ വിളിച്ചിരുന്നല്ലോ അല്ലെ, അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു അല്ലെ. EMRS ഏകലവ്യ മോഡൽ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡേറ്റ് ഇന്നലെയായിരുന്നു ലാസ്റ്റ് ആയിട്ട്. ഇനി 28-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാത്തവർ ഉടനെ തന്നെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. അതിൽ PRT ഇല്ല, TGTയും PGTയും നോൺ ടീച്ചിങ് പോസ്റ്റും ഉള്ളത്, ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. ഓക്കെ. ഇനി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടവര് അപ്ലൈ ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഫോട്ടോ സിഗ്നേച്ചർ മാത്രം മതി. അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് NCL സർട്ടിഫിക്കറ്റ് വേണ്ടവർ, നോൺ ക്രിമിലിയർ വേണ്ടവർ അതിന് അപ്ലൈ ചെയ്യുക, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടവർ അതിന് അപ്ലൈ ചെയ്യുക. ഓക്കെ. അതായത് ഈ 28-ന് മുമ്പ്, ഒക്ടോബർ 28-ന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. അത് വാങ്ങിച്ചു വെച്ചിരിക്കുക. അത്രേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ അതിൽ പറയാനുള്ളൂ. അപ്പം EMRS വേണ്ടി, KVS വേണ്ടി, NVS വേണ്ടിയൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഞാൻ മുകളിൽ പരാമർശിച്ച ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെയോ ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ. അപ്പൊ താങ്ക് യു ഓൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.